ഹായ് എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ട ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ മുട്ട ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ അത്ര ടഫൊന്നുമല്ല ചെയ്യാൻ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. 2-3 മുട്ട മാത്രം മതി. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മുട്ട കൊണ്ടുള്ള ഈ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പുഴുങ്ങിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. ഇതിലേക്ക് ഒരു സവാളയാണ് ഇതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചി, അതേപോലെ തന്നെ വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരു 4 വെളുത്തുള്ളി, അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാം. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഒരു പാത്രം വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പം നമ്മളെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഒരു മിക്സ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ കൈകൊണ്ട് നുള്ളി എടുത്ത് ഇട്ടാൽ മതി, അങ്ങനെ ഷേപ്പൊന്നും വേണമെന്നില്ല. അപ്പം നമ്മളെ മുട്ട ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. മുട്ട ആയതുകൊണ്ടാട്ടോ ഇതുപോലെ പതഞ്ഞ് വരുന്നത്. പിന്നെ ഇടയ്ക്ക് തീ കൂട്ടുക എന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊട്ടുകയും ചെയ്യും, അതുകൊണ്ട് സൂക്ഷിക്കുക. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. അപ്പം നമ്മളെ മുട്ട കൊണ്ടുള്ള ഈ ഒരു ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ പുറമേയൊക്കെ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ കണ്ട സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.